നമസ്കാരം. കോളേജ് വിട്ട് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കവേ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് മരിച്ച ശ്രേഷ്ഠയ്ക്ക് ഇന്നലെയാണ് സഹപാഠികൾ അടക്കമുള്ളവർ അന്ത്യയാത്രാ മൊഴിയേകിയത്. ബുധനാഴ്ച വൈകിട്ട് കല്ലമ്പലത്ത് ദേശീയപാതയിൽ ആഴാംകോണം ജംഗ്ഷനിലായിരുന്നു അപകടം. ശ്രേഷ്ഠ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. എന്നാൽ ശ്രേഷ്ഠയുടെ മരണത്തിന്റെ ആഘാതം താങ്ങാനാകാതെ ഉറ്റ സുഹൃത്ത് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുവാവിന്റെ മരണം സഹപാഠികളെ വീണ്ടും വേദനയിലാക്കിയിരിക്കുകയാണ്. ആലംകോട് പുളിമൂട് പ്രസന്ന ഭവനിൽ പുഷ്പരാജൻ പ്രമീള ദമ്പതികളുടെ മകൻ അശ്വിൻ രാജാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആത്മഹത്യ ചെയ്തത്. 22 വയസ്സായിരുന്നു. അശ്വിൻ രാജിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ആറ്റിങ്ങൽ സ്വദേശിയായ ശ്രേഷ്ഠ. ഇന്നലെ വൈകിട്ടോടുകൂടി ശ്രേഷ്ഠയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അശ്വിൻ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ അശ്വിനെ കണ്ടെത്തിയത്. തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രേഷ്ഠയുടെ മരണത്തിൽ അശ്വിൻ രാജ് മാനസികമായി വളരെ വിഷമത്തിലായിരുന്നുവെന്നും സ്കൂൾ പഠനകാലം മുതലുള്ള സൗഹൃദം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പെട്ടെന്നുള്ള സുഹൃത്തിന്റെ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമായി. ഇതായിരിക്കാം ഒരുപക്ഷെ അശ്വിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. കടുവാപ്പള്ളി KTCD ആർട്സ് കോളേജിലെ 1ാം വർഷ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ആറ്റിങ്ങൽ മാമം ശ്രീസരസിൽ വിജയകുമാറിന്റെയും മഞ്ജുവിന്റെയും മകൾ ശ്രേഷ്ഠ M വിജയാണ് അപകടത്തിൽ മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ചാത്തൻപാറ കല്ലമ്പള്ളി വീട്ടിൽ സഫിൻ ഷാ, കോരാണി ഇടയ്ക്കോട് ആസിയ മൻസിലിൽ ആസിയ എന്നിവരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ട് 3:15 ദേശീയപാതയിൽ മണമ്പൂർ ആഴാംകോണം ജംഗ്ഷനിലായിരുന്നു അപകടമുണ്ടായത്. കല്ലമ്പലത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് വന്ന സ്വകാര്യ ബസ് ആഴാംകോണം ജംഗ്ഷനിൽ നിർത്തി വിദ്യാർത്ഥികളെ കയറ്റുമ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയ കാർ നിയന്ത്രണം വിട്ട് ബസിന്റെ ഇടതുവശത്തുകൂടി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ കുട്ടികൾ പല ഭാഗത്തേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റവരെ നാട്ടുകാരും യാത്രക്കാരും പോലീസും ചേർന്ന് വിവിധ വാഹനങ്ങളിൽ കയറ്റിയാണ് ചാത്തമ്പാറ KTCD ആശുപത്രിയിൽ എത്തിച്ചത്. അതേസമയം വാഹനത്തിനടിയിൽപ്പെട്ട ശ്രേഷ്ഠ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ശ്രേഷ്ഠയുടെ ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. കാർ ഓടിച്ചിരുന്ന കൊല്ലം അഞ്ചാലമ്മൂട് സ്വദേശി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.